നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ കണ്ടായിരുന്നു? തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ ഇത് എന്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. അപ്പൊ പുള്ളി പറയുന്നത് നമ്മളാളെ ഈ ഫീൽഡിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്താണ് പുള്ളിയുടെ പടങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മളാളെ സഹായിച്ചിട്ടില്ല. ഒരുപാട് ആളൊന്നുമില്ലാത്ത രീതിയിൽ ഇരുന്ന ഒരാളെ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു കോടീശ്വരനാക്കിയില്ലേ. പിന്നെ വീണ്ടും നമ്മളാളെ നിലനിർത്തണം ഈ ഫീൽഡിൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? നല്ല സിനിമ ആൾ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പോയി കാണില്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? എത്രയോ സിനിമകളിലൂടെ ഇറങ്ങണ ആരും ഇതുപോലൊന്നും പറയണില്ലല്ലോ. എന്താണ് ആളിങ്ങനെ പറയണമെന്ന് മനസ്സിലാവണില്ല. ഇതിപ്പോൾ എല്ലാ കാലഘട്ടത്തിലും തമാശകൾക്ക് ഭയങ്കര പ്രാധാന്യങ്ങൾ വരാറുണ്ട്. കാലഘട്ടത്തിന് തമാശ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറയിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ആസ്വദിക്കുന്ന ആ തമാശകളായിരിക്കും. കാരണം ആ കാലഘട്ടത്തിന് ആ തമാശയിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടാം. അപ്പോൾ പുള്ളിയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, കുറേ ചിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ കാലഘട്ടം മാറുന്നതനുസരിച്ച് തമാശകൾ മാറി വരുന്നു. അപ്പോൾ പുള്ളീനെ നിലനിർത്തുന്ന നമ്മളോട് പറയണത് നമ്മൾ തന്നെയാണ് പുള്ളീനെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ആൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല പടങ്ങൾ ഇറക്കുക. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് നല്ല പടങ്ങൾ വരുന്നുണ്ട്. ഈ 100 കോടി തിയേറ്റർ കളക്ഷൻ എന്നൊക്കെ പറയുന്നത് അന്യം നിന്നിരുന്ന നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ തുരുതുര 100 കോടി പടങ്ങൾ വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ നല്ല പടങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അത് കാണും. ഞാനൊരു തൃശ്ശൂർക്കാരനാണ് പക്ക. പേഴ്സണലി എനിക്ക് പുള്ളിക്കാരനോടൊരു ഇഷ്ടക്കുറവുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ തട്ടിക്കൊണ്ടുപോയ കേസായിട്ടുള്ള സംഭവമാണ്. ആ കേസിൽ പുള്ളിക്കാരനുണ്ടെങ്കിൽ, ഞാൻ ഉണ്ടെന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വിധി തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ചും കൂടി വിഷമമുണ്ടാവും. കാരണം തൃശ്ശൂർക്കാർ 2 പെണ്ണുങ്ങളല്ലേ കരയിക്കണേ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഞങ്ങളടക്കം കുറച്ച് ആൾക്കാർ ആളുടെ പടം എന്തായാലും തിയേറ്ററിൽ പോയി കാണില്ല എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ടി വിയിലൊക്കെ വരുമ്പോൾ കാണാം, അത്രേ ഉള്ളൂ. തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യമില്ല അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഓരോ ദിവസം ടി വിയിലോ പത്രത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് പറയണില്ലേ എന്താണിത്, നമുക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാളെ തല്ലിക്കൊല്ലണം, അവനെ വീട്ടിൽ കൊല്ലണം, ഓടിച്ചിട്ട് തല്ലണം, അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് പറയുന്നുള്ളൂ. പക്ഷെ നമ്മളതിങ്ങനെ പറയുന്നുള്ളൂ, ഒന്നും പ്രവർത്തിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റാവുന്ന രീതിയിൽ പ്രതികരിക്കുക. നല്ല സിനിമകൾ വരട്ടെ, എല്ലാവരും കാണട്ടെ. ഇനി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പ്രതികരിക്കും. ഇതുപോലെ പഴയ ഫയലുകൾ എടുത്ത് വായിച്ചാൽ പോരാ, പഠിക്കണം. ചാരമാണെന്ന് കരുതി വെറുതെ ചകയാൻ നിൽക്കണ്ട. കനല് കെട്ടിട്ടില്ലെങ്കിൽ